അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാഹ്. ഒരു സംശയമുണ്ടായിരുന്നു. നമ്മൾ തഹിയ്യത്ത് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് നിസ്കാരം അത് ഇരിക്കുന്നതിന് മുമ്പാണല്ലോ അത് നിസ്കരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന് ഇവരൊക്കെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ AC ഉള്ള വലിയ പള്ളിയൊക്കെ ആണെങ്കിലും അപ്പോൾ ആദ്യം ചെയ്യല് AC ഇടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യണമല്ലോ. അപ്പോൾ AC ഓണാക്കുന്നതിന് മുമ്പ് തുറന്നു കിടക്കുന്ന വാതിലുകളൊക്കെ അടിച്ച് പൂട്ടി ഭദ്രമാക്കി ഇതൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഓണാക്കി ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തെ കുറേ സമയം ദീർഘിച്ചു പോകും, ഇരിക്കുന്നില്ല. അങ്ങനെ ഈ സമയം കുറച്ച് ദീർഘമായതിന് ശേഷം നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരത്തിൻ്റെ ആ ശ്രേഷ്ഠ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഉസ്താദ്, അതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു. തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കയറിയാലുണ്ടാകുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ വിളിക്കുന്ന തഹിയ്യത്ത് നിസ്കാരം, അത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ഇരിക്കുന്നതിൻ്റെ മുമ്പാകണം, പള്ളിയിൽ കയറി അവിടെ ഇരിക്കാൻ പാടില്ല കാരണങ്ങളൊന്നും കൂടാതെ. അപ്പം എന്നതുപോലെ തന്നെ ഇരുന്നിട്ടില്ല, പക്ഷെ നിൽക്കുക തന്നെയാണ്, പക്ഷെ സമയം കൂടുതലെടുത്തു. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ ഇനി അതൊന്നും അല്ല, നമ്മൾ തന്നെ കയറി വരുമ്പോൾ ചിലപ്പോൾ കയറി ഉടനെ തന്നെ ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല, കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ നിന്നു, എന്നിട്ടാണ് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ കുറച്ച് നേരം നിന്നതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലേ എന്നുള്ളത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹും ഒക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണിത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ എത്ര നേരം അവിടെ നിന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എന്താവൂല, തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകൂല. അത് 10 മിനിറ്റ് അല്ല, അരമണിക്കൂറല്ല, കാമണിക്കൂറല്ല, ഇനി എത്ര നേരം നിന്നാലും പോകൂല. എന്നാൽ മഹാനായ ഇബ്നു റംലി ഇമാമൊക്കെ അവിടെ പറഞ്ഞത് ഇല്ല, അവിടെ എൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു ടൈമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ടൈം കിട്ടും, അപ്പോൾ അത്ര വരെയൊക്കെ നിൽക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്കാകുമ്പം തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും ഇബ്നു ഹജർ ഹൈതമി തങ്ങളും അതുപോലെ തന്നെ ഫത്ഹുൽ മുഈനിൽ മഖ്ദൂം തങ്ങളും ഒക്കെ എന്താണ്, ഇങ്ങനെ എത്ര നേരം നിന്നതുകൊണ്ട് എന്താകൂല, തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകൂല. അതുകൊണ്ട് എപ്പോഴായാലും അവർക്ക് അവിടെ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതും, അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതും, അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ അമൽ ചെയ്യുന്നതും. ഇനി എൻ്റെ ഉസ്താദന്മാർക്കായിട്ട് പറയാണ്ടെന്ന് ഇവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ കൂടെ ഒരുപാട് പണ്ഡിതന്മാർ കൂടിയിട്ടുണ്ട്. പിന്നെ അതാണല്ലോ, പിന്നെ നമ്മൾ രണ്ടും ഫർക്കായോടുത്ത് ഇനി വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരെ മുഅ്തമദാക്കി തന്നോ അങ്ങനെയൊക്കെയുള്ള നോക്കും. പിന്നെ അതുപോലെ തന്നെ ഈ 2 റക്അത്തിന്റെ സമയം വരെ ഉള്ളൂ എന്ന് റംലിമാം പറയുമ്പം അവിടെയും ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കിതാബിലൂടെ നോക്കിയാൽ ഉസ്താദുമാർക്ക് ഉപകരിക്കും, സാധാരണക്കാർക്ക് ഇപ്പം ഇത്ര മതിയല്ലോ മസ്അല. ഏതായാലും ഇത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളും റംലി ഇമാമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കിതാബാണ് എന്നുള്ളത് മൻഹല്ലല്ലാഹു പോലത്തെ അവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന കിതാബിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൻഹല്ലല്ലാഹു ഫി ഇഖ്തിലാഫിൽ അഷ്യാഖ് എന്ന് പറഞ്ഞ കിതാബിന്റെ 101-ാമത്തെ പേജിൽ ഉണ്ടോ 314-ാമത്തെ മസ്അലയായിട്ട് ലാ യസ്ഖുത്തു നദ്ബു തഹിയ്യത്തിൽ മസ്ജിദി ബിതൂലിൽ ഖിയാമി ഫീഹി ഐ ഖദറൻ സായിദൻ അലാ റക്അതൈനി ഇൻ ദ ഹജ്ജ്. ഉണ്ടോ, പള്ളിയിൽ ഇങ്ങനെ നമ്മൾ നിന്നു, 2 റക്അത്തിന്റെ നിസ്കരിക്കാനുള്ള ടൈമും കഴിഞ്ഞ് വീണ്ടും അവിടെ നിൽക്കുക എന്നതുകൊണ്ടൊന്നും എന്താകൂല, തഹിയ്യത്ത് നിസ്കാരം അവനക്ക് നഷ്ടപ്പെട്ടു പോകൂല. ഇതാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മസ്അല. വഖാല, മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഖതീബ് ശർബീനി ഒക്കെ പറഞ്ഞത് ബിസുഖൂതിഹി ബിഹി, അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു ടൈം കഴിഞ്ഞു പോയി, അത്രയും സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സമയം നഷ്ടപ്പെട്ടു, ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത്.
അപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകൂല എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുഹ്ഫയിൽ അങ്ങനെ തന്നെയുള്ളതും ഇതിന്റെ രണ്ടാം വാളിലും തുഹ്ഫയുടെ രണ്ടാം വാളിലും ഇതിന്റെ 372 പേജിലുണ്ടോ വലാബി ഖിയാമിൻ, അതായത് തഹിയ്യത്ത് നിസ്കാരം നഷ്ടപ്പെടാതെ ഉള്ള സന്ദർഭങ്ങൾ രൂപങ്ങൾ പറയുന്നു. കൂട്ടത്തിൽ പറഞ്ഞു വലാബി ഖിയാമിൻ വ ഇൻ തോല ഉണ്ടോ, ഒരു നൃത്തം കൊണ്ടൊന്നും പോകൂല. വൈൻ തോല, എത്ര ദീർഘിച്ചു നിന്നാലും എന്താകൂല, തഹിയ്യത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല എന്നുള്ളത്. എന്നാ റംലി ഇമാം നിഹായിൽ പറഞ്ഞ അങ്ങനെയല്ല എന്നുള്ളതും പറഞ്ഞു. എന്നാൽ ഇവിടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെയും റംലി ഇമാമിന്റെയും ഒക്കെ ഫർക്കുകൾ വിശദീകരിക്കുന്ന ഒരുപാട് കിതാബുകളുണ്ട്. ഇപ്പൊ അതിൽപ്പെട്ടാണ് മൻഹല്ലല്ലാഹ്, അതിലാ ഫർക്ക് പറഞ്ഞു പോയി. എന്നാൽ അതുപോലെ ഒരു കിതാബ് തന്നെയാണ് മഹാനായ ഇമാം ബാസബരീൻ എന്നവരുടെ ഇസ്മുദുൽ ഐനൈൻ എന്ന് പറയുന്ന കിതാബ്. ഇതിലൊക്കെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോയേക്കാണ്. അപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെയാണ് ഇവരൊക്കെ ഫോളോ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നതൊക്കെ. ഇസ്മുദുൽ ഐനയുടെ 45-ാമത്തെ പേജിലായിട്ടുണ്ടോ വലാ തഫൂതു തഹിയ്യത്തു ബിത്തൂലിൽ ഖിയാം, ഈ ഖിയാം അധികരിച്ചുകൊണ്ടൊന്നും തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകൂലട്ടോ എന്ന് പറഞ്ഞങ്ങോട്ട് പോയേക്കാം. അവിടെ റംലി ഇമാമിന്റെ അഭിപ്രായം ഒന്നും പറയാൻ നിന്നിട്ടില്ല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയേക്കാം. ഇബ്നു ഹജർ ഹൈതമി അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ടാണ് പോയേക്കാണ്. മാത്രമല്ല ഇനി എൻ്റെ മഹാനായ എൻ്റെ ഉമർ ബാഫർജിൻ എന്നവരുടെ ഫതുഹുൽ അലി, ഇതും എൻ്റെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ റംലി ഇമാമിന്റെ ഒക്കെ ഫർക്ക് വിശദീകരിക്കുന്ന കിതാബാണല്ലോ. ഇതിലും ആ ഫർക്കുകളൊക്കെ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചിട്ട് അവസാനം ഇസ്മുദുൽ ഐനൈൻ എന്താ പറഞ്ഞത് പറഞ്ഞിട്ടാണ് പോയേക്കാണ്. അങ്ങനെയാണ് ഇതിന്റെ 580-581 പേജുകളിലായിട്ട് ഇവരുടെ അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ട് അവസാനം കാല ഫിൽ ഇസ്മിദി ആണ് ഇസ്മുദുൽ ഐനൈനിലൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ റംലി ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളും അഭിപ്രായ വ്യത്യാസത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെങ്കിൽ കൂടെ നമ്മളൊക്കെ എപ്പോഴും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ത് പറഞ്ഞു എന്നതാണ് നോക്കാറുള്ളത്. ഇനി അത് മാത്രമല്ല, അവിടുത്തെ എൻ്റെ ശിഷ്യനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും നമ്മളൊക്കെ എപ്പോഴും പള്ളിദർസിൽ ഓതിപ്പടിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന കിതാബാണല്ലോ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്. മഹാന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ മഹാനവറുകൾ ഫതുഹുൽ മുഈനിലും ഇതേ മസ്അല ഇബ്നു ഹജർ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ പോയത്. ഫതുഹുൽ മുഈനിന്റെ തന്നെ എൻ്റെ 117-ാമത്തെ പേജിൽ ലാ ബിത്തൂലി ഖിയാമിൻ ഉണ്ടോ, നൃത്തം അധികരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ നേരം നീണ്ടുപോയത് കൊണ്ടൊന്നും തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകൂല എന്നുള്ളത്. ഇനി മാത്രമല്ല, അത് തന്നെയാണ് മുഅ്തമദ്. ഇവിടെ അതിനൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് മുഅ്തമദ് എന്ന് ഇത് നേരത്തെ വായിച്ച ഇസ്മുദുൽ ഐനൈൻ എന്ന് പറയുന്ന കിതാബിന്റെ മുസന്നിഫാകുന്ന ബാസബരീൻ ഈ പറയുന്ന ഫതുഹുൽ മുഈനിൽ തന്നെ അഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. യാനത്തുൽ മുസ്തഈൻ എന്ന് പറയുന്ന കിതാബ്. ഇതിൽ മുഅ്തമദ് അങ്ങനെ തന്നെയാണ്, ഇബ്നു ഹജറൊക്കെ പറഞ്ഞ ആ ഒരു റൂട്ട് തന്നെയാണ് മുഅ്തമദ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വെച്ചാണ്ട് അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 338-ാമത്തെ പേജിൽ അതിന്റെ ഇടയിൽ എന്തായി അഭിപ്രായങ്ങൾ പറഞ്ഞ അതൊക്കെ പറഞ്ഞു. ചില കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് മനഃപൂർവ്വം നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഒന്നും വേണമെന്നില്ലാതെ വൽ മുഅ്തമദു മാ ഫി ശരീഹിന മിനൽ ഇത്ലാഖ്, നിരുപാധികം പറയാൻ പറ്റും. എത്ര നേരം എങ്ങനെ നിന്നാലും എന്താകൂല, അതുകൊണ്ടൊന്നും നഷ്ടപ്പെട്ടു പോകൂല എന്ന് തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളൊക്കെ അമൽ ചെയ്യുന്നതും. ഏതായാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ. ഇനി അവിടെ 2 റക്അത്തിന്റെ സമയം അതിലേറെ എടുക്കരുത് എന്ന് റംലി ഇമാം പറഞ്ഞു എന്ന് പറയുമ്പം റംലി ഇമാമിന്റെ തന്നെ നിഹായ വിശദീകരിച്ചു കൊടുത്ത് ഷബ്റാൻ മല്ലിസി റഹിമഹുല്ലാ അവിടുത്തെ ആശയത്തുൻ നിഹായയിൽ 2 റക്അത്തിനേക്കാൾ എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ എന്നുള്ളൊരു സംശയം അവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ആശയത്തുൻ നിഹായുടെ 2-ാം വാള്യം ഇതിന്റെ 138-ാമത്തെ പേജിലാണോ ഐ ഖദറൻ സായിദൻ അലാ റക്അത്തൈനി, 2 റക്അത്തിനേക്കാളും എന്നുള്ളത് അതൊരു സബുക്ക് കലമായിട്ട് നോക്കിയാൽ മതി. അത് അങ്ങനെ എഴുതിയപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ, അത് അങ്ങനെയല്ല. 2 റക്അത്തേ ഉള്ളൂ, അതിനേക്കാൾ എന്നുള്ള സമയമൊന്നുമില്ല. റംലി ഇമാമൊക്കെ 2 റക്അത്ത് എന്നുള്ളതിന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതൊരു സബ്കലമാക്കി കൂട്ടിയാൽ മതി എന്നുള്ളത് ആര് പറഞ്ഞു? മഹാനായ ഇമാം ഷർക്കാവി റളിയല്ലാഹു അൻഹു ഹാഷിയത്തു ഷർക്കാവി, അതായത് സക്കൽ അൻസാരി റളിയല്ലാഹു തുഹ്ഫത്തു തുല്ലാബ് എന്ന ചെറിയൊരു കിതാബുണ്ട്, അതിന്റെ ഹാഷിയാണ് ഈ ആശയത്തു ഷർക്കാവി 5 വാള്യത്തിൽ. ഈ ആശയത്തു ഷർക്കാവിക്കും ഒരു ഹാഷിയുണ്ട്. മഹാനായ ഇമാമിന്റെ ത്വല്ലാബി റഹിമഹുല്ലാ തങ്ങൾക്ക് ഉണ്ടോ, ഇതാണ്. ഇത് ഏകദേശം ഒരു 10 വാള്യത്തിന്റെ മേലുണ്ട് ഈ കിതാബുകൾ. ഫതുഹുൽ ഖദീർ എന്ന പേരിൽ അറിയപ്പെടുന്നു ത്വല്ലാബി റളിയല്ലാഹു തങ്ങളുടെ മഹാനവറുകൾ ഇതിലത് പറയുന്നുണ്ട്. അതൊരു സബക്ക് കലമാക്കി കൂട്ടിയാൽ മതി, അങ്ങനെ കൂട്ടാണ് നല്ലത്. എന്നിട്ട് 4-ാം വാള്യം ഇതിന്റെ 401-ാമത്തെ ഇതിനോ ഖദർ റക്അത്ത് 2 റക്അത്ത് തന്നെ ഉള്ളൂ. ഖൗലു അഷ് ഉണ്ടോ ഖദറൻ സായിദൻ അലാ റക്അത്ത്, 2 റക്അത്തിനേക്കാൾ എന്ന് അഷൊക്കെ
പറഞ്ഞത് സബ്ഖ് കലമിൻ, അത് സബ്ഖ് കലമാക്കി കൂട്ടിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഷെയ്ഖുനൊക്കെ പറഞ്ഞത് എന്നുള്ളത്. ഏതായാലും ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ തഹിയ്യത്ത് നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപങ്ങൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ കൂടുതൽ നേരം നിന്നു എന്നതുകൊണ്ട് എന്താകൂല, അതിൽ പെടുത്തേണ്ടതില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ പള്ളിയിൽ മുഅദ്ദിനുമാർ, ഇനി അതല്ല നമ്മളൊക്കെ ചിലപ്പോൾ ഒക്കെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഉസ്താദുമാരില്ലാത്ത സമയത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളും ഈ പറയുന്ന AC ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒളുവൊക്കെ എടുത്ത് വന്ന് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു നോക്കുമ്പോൾ കാമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, നമ്മൾ തയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ റൂമിൽ നിന്ന് ഈ പറയുന്ന പള്ളിക്ക് ഇറങ്ങി വരില്ല. അപ്പം നമുക്കുണ്ടല്ലോ തയ്യത്ത് നിസ്കാരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കുറേ നേരമായല്ലോ ഇപ്പം. അപ്പം പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തഹിയ്യത്തും നിയ്യത്തും വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം. സമയം നഷ്ടപ്പെട്ടിട്ടു ഒന്നുമില്ല, ആ നിസ്കാരം ഫൗത്തായി പോയിട്ടുമില്ല. അപ്പോൾ വുളു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാൽ പിന്നെ വുളുവിൻ്റെ സമയം കഴിഞ്ഞില്ലേ, പിന്നെ ആ നിസ്കാരം അല്ലല്ലോ. അപ്പോൾ എന്നതുപോലെ ഇവിടെ കുറച്ച് നേരം നിന്നു എന്നത് കൊണ്ട് എന്താകൂല, അത് നഷ്ടപ്പെട്ടു പോകൂല എന്നാണ് ഇബ്നു ഹജർ തങ്ങളും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ഫത്ഹുൽ മീനിലൊക്കെ മുഖ്താറാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ അമൽ ചെയ്തു പോരുന്നു കേട്ടോ. വിയോജിപ്പുണ്ട് എന്നർത്ഥം. ഓക്കെ.